സത്യമാഷ് ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്ന വസ്തുത പുറത്താരും അറിയാത്ത സാഹചര്യം. ആശുപത്രിയിൽ അദ്ദേഹം അഡ്മിറ്റായി കഴിഞ്ഞിട്ട് പോലും അവിടുന്ന് ഡോക്ടർ അറിഞ്ഞും അറിയാതെയും സെറ്റിൽ വന്ന് ആ പടം അഭിനയിച്ച് തീർക്കുകയായിരുന്നു. താൻ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സത്യമാഷ് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ജനങ്ങൾക്ക് നൽകി സമ്മാനിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തിപ്രഭാവം നമുക്കതെങ്ങനെ നിർവചിക്കാൻ പറ്റും? അത്ര അഭൂതപൂർവമായ ഒരു പ്രകടനമാണ് അദ്ദേഹം അനുഭവങ്ങൾ പാളിച്ചകളിലൂടെ കാഴ്ചവെച്ചത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെ ബ്ലഡ് വന്നു. പെട്ടെന്ന് സേതുമാധവൻ സാറ് ഷൂട്ടിങ് നിർത്തി. അല്ല, നമുക്കത് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ ഡയറക്ടർ, അദ്ദേഹം പെട്ടെന്ന് സീരിയസ് ആകുമ്പോൾ മിസ്റ്റർ ഡയറക്ടർ എന്നാണ് വിളിക്കുക. നിങ്ങളത് ഈ കാര്യം തീർക്കൂ. സത്യത്തിൽ പരമാവധി വേഗം ആ ഉത്തരവാദിത്വം നിർവഹിച്ച് തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് സത്യമാഷ് ആ പടത്തിൽ അഭിനയിച്ചത്. ഭാവി ചരിത്രം തിരുത്തിയെഴുതും ഭാരത യുദ്ധഭൂവിൽ ഇടയൻ തെളിച്ചൊരു ചൈതന്യ ചക്രരഥം ഉടഞ്ഞു വീഴുന്നു, മണ്ണിൽ തകർന്നു വീഴുന്നു. ഈ കുരുക്ഷേത്രത്തിലായുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു. തത്വശാസ്ത്രങ്ങൾ ഏതോ ചിതയിൽ കത്തിയെരിയുന്നു, കത്തിയെരിയുന്നു. പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലയാണോ? പ്രപഞ്ചശില്പികളെ പറയൂ, പ്രകാശമകലയാണോ? സേതുമാധവൻ ചിത്രങ്ങളിലെ പതിവ് സംഗീത വിഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ മാറ്റം സംഭവിച്ചത് വളരെ കാലത്തിന് ശേഷം പണിതീരാത്ത വീട് എന്ന ചിത്രത്തിലൂടെയാണ്. അവിടെ സംഗീത സംവിധായകൻ MS വിശ്വനാഥനായിരുന്നു. അദ്ദേഹം തമിഴിലെ അതിശക്തനായ സംഗീത സംവിധാനമായിരിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ പണിതീരാത്ത വീടിന് വേണ്ടി പാട്ടുകൾ ഒരുക്കിയപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ്റെ അതിസുന്ദരമായ അതിശക്തമായ ഒരു ഗാനം അതിലൂടെ നമുക്ക് ലഭിച്ചു. സ്റ്റേറ്റ് അവാർഡ് P. ജയചന്ദ്രൻ ആദ്യമായി കിട്ടിയത് ഈ ഗാനത്തിലൂടെയാണ്. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. MS സാറ് തന്നെ പാടിയൊരു പാട്ട് അതിലുണ്ട്, എല്ലാവർക്കും അറിയാം, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞേക്കുന്ന ചില വാക്കുകൾ, ചില പ്രൊനൗൺസിയേഷനൊക്കെ അതൊരു എന്താ പറയുക, നമ്മൾ സാധാരണ മലയാളികൾ ഇദ്ദേഹം കൂടുതൽ തമിഴ്നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ടായിരിക്കും അതിനൊരു അഭിനന്ദനം പറയുന്നതിന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. MS സാറ് അത് പിന്നെ പാടിയേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഒരു അങ്ങ് ഹാർട്ടിന്ന് പാടുന്ന കൃദാസനോ കാളിദാസനോ അതോ ഭാസനോ ഷെല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ആത്മാർത്ഥതയുണ്ട്. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നുള്ള ഈ ചിത്രത്തിൽ
ഏറ്റവും കൂടുതൽ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു പാട്ട്, പ്രത്യേകിച്ച് സേതുമാധവൻ സാർ കൂടുതലും ദേവരാജ മാഷുമായിട്ടാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ മാത്രം MSV സാർ നമ്മൾ എന്താ പറയണ്ടേ, എല്ലാ കമ്പോസേഴ്സും തുല്യരായിട്ട് കാണുന്ന ഒരു മഹത് വ്യക്തിയാണ് MSV സാറ്. അദ്ദേഹം മലയാളിയാണ്. അപ്പോൾ അതിൽ കുറേ സന്തോഷമുണ്ട്. വയലാർ സാറ് MSV സാറ് കൂട്ടുകെട്ടിൽ ജനിച്ച ഈ ഒരു ഗാനത്തിന് ഇപ്പോൾ വീണപ്പൂവേ കുമാരനാശാൻ്റെ ഈ സാധനം എന്ന് പറഞ്ഞാൽ അത് കൃത്യപ്പെട്ട് വേറെ സമത്തിലെങ്ങാണ് ഇത് തുടങ്ങിയ കുമാരനാശാൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ്റെ നെഞ്ചത്തും അല്ല കളരിക്ക് പുറത്തും അല്ലാതിരിക്കും. അത് ആ കമ്പോസറുടെ ഒരു ബുദ്ധിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കുമാരനാശാൻ്റെ കൃത്യമായിട്ട് അതിനകത്ത് ഒതുക്കുകയും ചെയ്ത് അതിനൊരു ബ്യൂട്ടിയും കിട്ടി ഈ ഒരു സിംഗപേഷൻ കൊണ്ട്. അപ്പോൾ ആ കമ്പോസർക്ക് നമ്മൾ വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ വീണപ്പൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ വീണപ്പൂവേ